നമസ്കാരം, എല്ലാവർക്കും അട്രാക്റ്റ് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോൻ്റെ പാർട്ട് 2 ആണിത്. ഞാൻ പറഞ്ഞിരുന്നു പാർട്ട് 2 കൂടി കാണണമെന്ന്. കടം മേടിച്ച പണം തിരികെ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പാർട്ട് 1. അതിൻ്റെ പാർട്ട് 2 ആണിത്. രണ്ട് ഒരുമിച്ച് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫലം കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ്സ് ആണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പണം നമ്മൾ കടം കൊടുത്തിട്ട് തിരിച്ച് തരാതിരിക്കുന്ന ആളുകളുടെ അടുത്ത് നിന്ന് ആ പണം തിരികെ വരാനുള്ള സ്വിച്ച് വേർഡാണ്. ലാസ്റ്റ് വീഡിയോ പറഞ്ഞ റെമഡി കൂടി ചെയ്യണം കേട്ടോ, എന്നാലാണ് കൂടുതൽ വരുള്ളൂ. ഇനി അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഈ സ്വിച്ച് വേർഡ് എന്തായാലും ചെയ്തു നോക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഒന്നും കൂടി പറയുവാണ്. നമ്മൾക്ക് പണം തിരികെ തരാനുള്ള ആളുകൾക്ക് അത് തിരികെ തരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ശരിക്കും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്വിച്ച് ബോർഡ് ചൊല്ലുകയോ ആ റെമഡി ചെയ്യുകയോ ചെയ്യരുത്. നമ്മളെ പറ്റിക്കുകയാണ്. അവരുടെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട്, അല്ലെങ്കിൽ അവരൊന്ന് വിചാരിച്ചാൽ നമ്മുടെ പണം തിരിച്ചു തരാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്വിച്ച് ബോർഡ് ചൊല്ലുകയും റെമഡി ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ സ്വിച്ച് ബോർഡ് കുറച്ച് ലോങ് ആയിട്ടുള്ളതാണ്. ആ സ്വിച്ച് ബോർഡ് നിങ്ങൾ പറയുകയല്ല വേണ്ടത്, ഒരു നോട്ട്ബുക്കിൽ എഴുതുകയാണ് വേണ്ടത്. അത് ഞാൻ പറഞ്ഞല്ലോ, സ്വിച്ച് ബോർഡ് നമ്മൾക്ക് ചൊല്ലാൻ വേണ്ടി നമ്മൾ സമയവും കാലവും ഒന്നും നോക്കണ്ട. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റെമഡി ഞാൻ പറഞ്ഞ പോലത്തെ സമയത്ത് തന്നെ ചെയ്യുക. ഇത് സമയവും കാലവും ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ളത് ആ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ആ സ്വിച്ച് ബോർഡ് എഴുതാവുന്നതാണ്. ചൊല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് അധികം ഉണ്ട് അത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് എഴുതുക. ആ സ്വിച്ച് ബോർഡ് ഇതാണ്: അലോ റിവേഴ്സ് റീസ്റ്റോർ ഫ്ലോ കൗൺസറ്റ്യ ഫ്രം. ആരാണോ നമുക്ക് കാശ് തരാനുള്ളത് അയാളുടെ പേര് അവിടെ എഴുതുക. വിത്ത് ഗ്രേസ് നൗ. അത് ഇത്രയും വലുതായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും പറയണ്ട, എഴുതുമ്പോൾ ഫ്രം എഴുതിയിട്ട് പേര് ആരാണോ നമുക്ക് കാശ് തരാനുള്ളത് അവരുടെ പേര് എഴുതി വെക്കുക. ഇതിനൊരു നമ്പറൊന്നും നോക്കണ്ട, ഒരു ദിവസം ഒരു പേജ് എഴുതിക്കോളൂ. അങ്ങനെ എഴുതുവാണെങ്കിൽ ഗ്രാജുവലി നമ്മളുടെ അടുത്തേക്ക് ആ പണം വന്നു ചേരാനുള്ള ടെൻഡൻസീസ് വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ആ പണം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇപ്പോൾ സ്റ്റക്ക് മണി ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം. അപ്പോൾ പേഴ്സൻ്റെ പേര് എഴുതരുത്. എവിടെയാണോ ആ പണം കുടുങ്ങിക്കിടക്കുന്നത്, ഒരു ബിസിനസ്സിൽ ഇറക്കുകയാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പേര് നിങ്ങൾക്ക് അവിടെ എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഈ സ്വിച്ച് വേർഡ് യൂസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. ആ വീഡിയോൻ്റെ തുടർച്ചയായതുകൊണ്ട് തന്നെ നിങ്ങൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾ കാണുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹാപ്പി ലൈഫിനായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. താങ്ക് യു.